ഇവിടെ ഡെലിവറി കഴിഞ്ഞ ആളുകളെ ഞങ്ങൾ ക്രാഫ്റ്റ് ബേബി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കുട്ടിയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം തരാറുണ്ട്. ക്രാഫ്റ്റിന്റെ സ്പെഷ്യൽ ബേബി അല്ലേ? താങ്ക് യു എന്തായാലും വളരെ നന്ദി. ക്രാഫ്റ്റിന്റെ ഈ ഒരു ഫ്രെയിമിന് മാത്രമല്ല കേട്ടോ നന്ദി. ക്രാഫ്റ്റിന്റെ മൊത്തത്തിലുള്ള സർവീസ്, ഇവിടെയുള്ള സ്റ്റാഫുകള്, സിസ്റ്റേഴ്സ്, എസ്പെഷ്യലി സിസ്റ്റേഴ്സ് അല്ലേ, നല്ല നല്ല മൊഞ്ചുള്ള സിസ്റ്റേഴ്സ് ആണ് എല്ലാവരും. പിന്നെ അവരെ ആ ഒരു ക്യാരക്ടറൊക്കെ വളരെ പിന്നെ അതേപോലെ സെക്യൂരിറ്റി ആയാലും അതായത് നമ്മളെ വണ്ടി പാർക്കിങ്ങിനൊക്കെ അനുസരിച്ച് അവർ കീ ഒക്കെ വാങ്ങി എല്ലാം സെറ്റിൽ ചെയ്യാനൊക്കെ മൊത്തത്തിൽ ഇവിടുത്തെ ആംബിയൻസും മൊത്തത്തിൽ ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാല് ഈ ക്രാഫ്റ്റ് ഒരു ഫാമിലി പോലെ. ഇവിടുത്തെ ഓരോ സ്റ്റാഫും 8 തൊട്ട് 1 മണി വരെ അങ്ങനെയൊന്നുമില്ല. അവര് എക്സ്ട്രാ നിൽക്കണമെങ്കിൽ അവരത് മനസ്സറിഞ്ഞങ്ങൾ നിൽക്കും. അല്ലെങ്കിൽ കുറച്ച് ഇപ്പോ പേഷ്യൻസ് കൂടുന്ന സമയത്താണെങ്കിൽ അവർ കൂടുതലായിട്ട് നിൽക്കും. ഞാൻ ഒരു ഫിസിഷ്യനാണ്. ഞാൻ രാവിലെ 9 മണി രാത്രി 9 മണി ഇവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലായി? അപ്പൊ അങ്ങനെയാണ് ഓരോ ആളുകൾ. ഇപ്പൊ നെജുബുദ്ദീൻ ഡോക്ടർ ഉണ്ട്. അയാൾ പോകുന്ന രാത്രി 10:30-11 മണിക്ക് ഗൈനക്കോളജിസ്റ്റ്, നമ്മുടെ മെയിൽ ഗൈനക്കോളജിസ്റ്റ്. അപ്പൊ അങ്ങനെ അപ്പൊ ഒരു സമയം നോക്കി വർക്ക് ചെയ്യുന്നതല്ല, ഒരു നമ്മുടെ സമയം വിളിച്ചാല് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനം, അതാണ് ഇവിടെ ഹൈലൈറ്റ്. അതായത് നമ്മള് ഡെലിവറി ആകുന്ന സമയത്ത് നമുക്ക് പേടിയുണ്ടായിരുന്നു. രാത്രി ആവുമ്പോ ഇവർക്ക് രാത്രി പ്രസവിക്കണതിന്റെ പേടിയാണ്. കാരണം അന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോ രാത്രി ആയിട്ട് ഒരു നേരം വെളുക്കോളം വെയിറ്റ് ചെയ്യിച്ച് കഴിഞ്ഞ് സൈറ്റ് നിൽക്കണ്ടേ. അപ്പൊ ഇവിടെ ആയപ്പോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഏത് സമയം വിളിച്ചാൽ ലേബർ റൂമിൽ എപ്പോഴും 24 hours ഒരു MBBS ഡോക്ടർ ഉണ്ടാവും. പിന്നെ ഇവിടെ ചെക്കപ്പ് ചെയ്ത ഡോക്ടർ ആ സമയത്ത് ഡെലിവറിക്ക് ആയി കഴിഞ്ഞാല് അവര് വരും ചെയ്യും. അപ്പൊ എന്തായാലും ക്രാഫ്റ്റ് ഹോസ്പിറ്റലിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഈ സാറ്റിസ്ഫൈഡ് അല്ലേ? 100%. അപ്പൊ ഞങ്ങൾ ഇതേപോലെ ജസ്റ്റ് ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ മൂല ഡോക്ടർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഡോക്ടർ